നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. RMP നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി ഇന്ന് പുറത്തുവന്നിരുന്നു. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ഹൈക്കോടതി ശരിവെച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ഇന്ന് പുറത്തുവന്നത്. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച അപ്പീലിലായിരുന്നു കോടതിയുടെ വിധി വന്നത്. TP വധക്കേസിലെ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് MP ഗോവിന്ദൻ പ്രതികരിച്ചത്. കേസിൽ വലിയ നിയമയുദ്ധമാണ് നടന്നതെന്നും P മോഹനൻ അടക്കമുള്ളവരെ വേട്ടയാടാൻ ശ്രമം നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൊള്ളക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ P മോഹനനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് കേരളം മറന്നിട്ടില്ല എന്നും MP ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു. പാർട്ടി നേതാക്കളെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി വർഷങ്ങൾ ജയിലിൽ അടച്ചത് പകവീട്ടലിന്റെ പ്രശ്നമായാണ് കൈകാര്യം ചെയ്തത്. അത് ശരിയായ രീതിയിൽ കോടതി കണ്ടിരിക്കുന്നുവെന്നും MP ഗോവിന്ദൻ പ്രതികരിച്ചു. പാർട്ടിക്ക് പങ്കില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ്. പാർട്ടി നേതൃത്വത്തിനെതിരെ വലിയ കടന്നാക്രമണം നടത്താൻ ബോധപൂർവമായ ശ്രമം നടന്നപ്പോഴാണ് പാർട്ടിക്ക് ആ കേസിൽ ഇടപെടേണ്ടി വന്നത്. അല്ലെങ്കിൽ ആ കേസ് ശരിയായ രീതിയിൽ നടന്നു പോകുമായിരുന്നു. TP കേസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ആണ് ശ്രമിച്ചതെന്നും MP ഗോവിന്ദൻ വിമർശിച്ചു. അതേസമയം TP കേസ് പ്രതികൾക്ക് തിരിച്ചടി. വിചാരണ കോടതി വിധി ശരിവെക്കുകയായിരുന്നു. വെറുതെ വിടണമെന്ന പ്രതികളുടെ അപ്പീൽ തള്ളി. 2 പ്രതികളെ വെറുതെ വിട്ടത് റദ്ദാക്കി. P മോഹനനെ വെറുതെ വിട്ട വിധി ശരിവെച്ചു. PK കുഞ്ഞനന്ദനെ ശിക്ഷിച്ച വിധി ഹൈക്കോടതി ശരിവെച്ചു. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് കോടതിയുടെ വിധി. അതേസമയം P മോഹനൻ അടക്കം പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്ത KK രമ MLA സമർപ്പിച്ച അപ്പീലും പ്രതികളുടെ ശിക്ഷ കൂട്ടണമെന്ന സർക്കാർ അപ്പീലും കോടതിയുടെ പരിഗണനയിലാണ്. വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് 2012 മെയ് 4-നാണ് RMP സ്ഥാപക നേതാവ് TP ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. വിചാരണയ്ക്ക് ശേഷം 2014-ൽ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ അടക്കം 11 പ്രതികളെ ജീവപര്യന്തം തടവിനും കണ്ണൂർ സ്വദേശി ലംബു പ്രദീപിനെ 3 വർഷത്തെ തടവിനും ശിക്ഷിച്ചിരുന്നു. 36 പ്രതികളുണ്ടായിരുന്ന കേസിൽ CPM നേതാവായ P മോഹനൻ ഉൾപ്പെടെ 24 പേരെ വിട്ടയച്ചു. ശിക്ഷ നേരിടുന്നതിനിടെ PK കുഞ്ഞനന്ദൻ 2020 ജൂണിൽ മരിച്ചിരുന്നു. അതേസമയം ഇന്ന് വന്ന വിധി ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നതെന്ന് KK രമ പ്രതികരിച്ചു. ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഹൈക്കോടതിയും ശരിവെച്ചിരിക്കുകയാണെന്ന് KK രമ ചൂണ്ടിക്കാണിച്ചു. നേരത്തെ വിചാരണ കോടതി ശിക്ഷിച്ച എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയെന്നും അവരുടെ ശിക്ഷയും ശരിവെച്ചത് വളരെ നന്നായി എന്നും കേസ് കൈകാര്യം ചെയ്ത് അതിശക്തമായ വാദത്തിനൊടുവിലാണ് ജഡ്ജിമാർ വിധി എഴുതിയിരിക്കുന്നതെന്നും KK രമ MLA പ്രതികരിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.